ദൈവം എന്ത് ചോദിച്ചാലും തരുമോ എന്ന് ചോദിച്ചാൽ എല്ലാം തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്ത് വലിയ ആഗ്രഹമാണുള്ളത് ദൈവത്തിൻ്റെ മുന്നിൽ ഉള്ളത് എന്ന് നോക്കിയാൽ കൂടിയാൽ എന്താ ചോദിക്കുന്നത്? ഒരു 10ാം ക്ലാസ് പാസ്സാകണം, 12ാം ക്ലാസ് പാസ്സാകണം, ഇല്ലെങ്കിൽ 1 കോടി രൂപ വേണം, അല്ലെങ്കിൽ ഒരു ബന്ധം വേണം, ഈ ബന്ധം വേണം, ആ ബന്ധം വേണം, ഇങ്ങനെ നിറയെ വിഷയങ്ങൾ അവരോട് ചോദിക്കുമ്പോൾ തീർച്ചയായും അത് നിങ്ങൾക്ക് സാധിച്ചു തരും എന്നതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന ഒരു ചോദ്യം ഉണ്ടാകില്ലേ? ചോദിച്ചാൽ തരും, അപ്പോൾ ഞാൻ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നൊരു സംശയം എല്ലാവരുടെ ഉള്ളിലും തോന്നും. ആ തോന്നലും ന്യായമായതാണ്. ഒരേ ഒരു വിഷയത്തെ മാത്രം മനസ്സിൽ വെക്കേണ്ടത് എന്താണെന്നാൽ അത് ആവശ്യം കൂടെയാണ്. എപ്പോഴുമേ ഒരു വിഷയത്തെ ഓർമ്മയിൽ വെക്കേണ്ടത് നമ്മൾ ചോദിക്കുന്നത് ദൈവം നമുക്ക് തരുന്നതിൽ 10ൽ 1 പങ്ക് മാത്രമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ചോദിക്കാതിരുന്നാൽ ആ 10ഉം നമുക്ക് കിട്ടും. അതൊരു രഹസ്യമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെയും മനസ്സിലാകാത്ത പോലെയും തോന്നുമായിരിക്കാം. ഇപ്പോൾ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നവർ ഒരാവശ്യങ്ങളും വെക്കില്ല എന്നതാണ് സത്യം. അപ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മനസ്സമാധാനം എന്ന് പറയുന്ന അത്ഭുതമായ ഒരു നിധി എന്ന് തന്നെ പറയാൻ പറ്റും. മനസ്സിന് ശാന്തി തരും എന്ന് പറയേണ്ടതാണ്. എന്നാൽ നമ്മൾ സാധാരണയായി ഇരിക്കുമ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെയെല്ലാം ദൈവത്തിനോട് പരാതിയായി പറയുമ്പോൾ, പരാതിയാണെങ്കിൽ പോലും അവർ അതെയും നിറവേറ്റി തരും. എനിക്ക് കടമുണ്ട്, കടം തീരണം, ഞാൻ വീട് കെട്ടണം, നല്ല ഒരു ജോലി കിട്ടണം, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കണം, അതേപോലെ പണക്കാരനാകണം. തീർച്ചയായും അതെല്ലാം സാധിക്കും. പക്ഷേ അതിൻ്റെ കൂടെ സങ്കടങ്ങളെയും ചേർത്ത് തരും. അതും സഹിക്കാനുള്ള ആ ഒരു മനക്കരുത്തും ആർജിക്കണം. എന്തിനാണെന്നാൽ പൊന്നും പൊരുളും മറ്റ് സുഖഭോഗങ്ങൾ എല്ലാം തന്നെ അതിൻ്റെ കൂടെ സങ്കടങ്ങളും വരും. എന്നാൽ നമ്മൾ മുഴുവനുമായി ദൈവത്തിങ്കൽ ശരണാഗതിയാകുമ്പോൾ നമ്മുടെ മനസ്സ് സന്തോഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന ഒരു വിഷയം അനുഭവിച്ച് തന്നെ അറിയേണ്ട കാര്യമാണ്. അപ്പോൾ മറ്റുള്ളതെല്ലാം കേൾക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ തെറ്റാണെന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ഈ ലോകത്തിൽ ഏതാണ് സത്യം, ഏതാണ് അസത്യമെന്ന് പിരിച്ചു നോക്കേണ്ടത് ആവശ്യം തന്നെയാണ്. സത്യം എന്ന് പറയുന്നത് നമ്മൾ ചില സമയങ്ങളിൽ ഉണരാൻ പറ്റും. അസത്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ചില സമയങ്ങളിൽ അത് കാണാൻ പറ്റും, കണ്ടു മനസ്സിലാക്കാൻ പറ്റും. കാണുന്ന എല്ലാമേ സത്യമല്ല എന്ന് എപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നോ അന്ന് യഥാർത്ഥമായ ജീവിതത്തിൻ്റെ അർത്ഥവും മനസ്സിലാകും. അതിനാണ് ധ്യാന മാർഗങ്ങളിലൂടെ പോകണമെന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിനോട് ചോദിക്കാൻ പാടില്ലാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കിത് വേണം, അത് വേണം, അങ്ങനെയൊന്നും ചോദിക്കരുത്. അതേപോലെ ഇത് കൊടുത്താൽ അത് തരാം, അത് കൊടുത്താൽ ഇത് തരാം എന്നുള്ള ആ ഡീലിങ്ങും ദയവ് ചെയ്ത് ഈശ്വരനോട് പോയി വയ്ക്കരുത്, ചോദിക്കരുത്. ദൈവം എന്ന് പറഞ്ഞാൽ പൊന്നും പൊരുളും സുഖഭോഗങ്ങളെയും തരുന്ന ഒരാളാണെന്നാണ് എല്ലാവരും കരുതി വച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. മനസ്സിന് ശാന്തിയും നിങ്ങൾ ആര് എന്ന് ഉണർത്താനുള്ള അറിവിനെയും തരാനുള്ളവനാണ് ഈശ്വരൻ എന്ന് ഉണർന്നാലേ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷപൂർണ്ണമാകും എന്നതിൽ ഒരു മാറ്റവുമില്ലാത്ത കാര്യമാണ്. കഴിയുന്നതും അമ്പലത്തിൽ പോയാലും ശരി, വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാലും ശരി, അതുമല്ല ഞാൻ പ്രപഞ്ചത്തിനെയാണ് ഞാൻ ദൈവമായിട്ട് കണക്കാക്കുന്നത്, പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞാണ് ഞാൻ എൻ്റെ വഴിപാട് വെളിപ്പെടുത്തുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിലും ശരി, കുലദേവത അതായത് കുടുംബദേവതയെ വഴിപാട് ചെയ്യുന്നതായാലും ശരി, എന്ത് പറഞ്ഞാലും ശരി, വഴിപാട് എന്നുള്ളത് നമ്മളെ അറിയാനുള്ളതാണെന്നല്ലാതെ നാം പിന്നാലെ പോയി പ്രശ്നങ്ങളെ വിലയ്ക്ക് വാങ്ങാനുള്ളതിനു വേണ്ടി ആകരുത്. ഇതാണ് എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.